ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറേ ആയില്ലേ ഒരു സ്റ്റഡി വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പായിട്ട് നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറുക, നമ്മുടെ പ്ലേലിസ്റ്റും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പഠിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കമൻസിനും കുറച്ച് റിപ്ലൈ കൊടുക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ സിലബസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. പെട്ടെന്ന് നമുക്ക് എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കേട്ടോ, സിലബസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം കയ്യിൽ വെക്കണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ ലാപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ആയാലും മതി. പക്ഷേ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ടിക്ക് ചെയ്ത് നമുക്ക് പോകാമല്ലോ. മാർക്കറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പഠിച്ച് കഴിഞ്ഞ ടോപ്പിക്സ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറിയാനായിട്ട് പറ്റും എവിടെ വരെ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഇനി ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത്, വരാനുള്ള പരീക്ഷകളുണ്ടല്ലോ. ഇപ്പോൾ നമുക്കൊരു 4 മന്ത്സാണ് നമുക്ക് എക്സാമിനായിട്ടുള്ളതെന്ന് വെക്കുക. ഒരു 4 മന്ത്സൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 30 ഡേയ്സ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും അല്ലേ? ഒരു 120 ഡേയ്സ് അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ളത് നമ്മളതൊരു 90 ഡേയ്സ് ആയിട്ട് നമ്മൾ നമ്മുടെ ടൈം ടേബിളിലാക്കിയിട്ട് ചുരുക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നാളെ എക്സാം ഉള്ളൊരു കുട്ടി എങ്ങനെയായിരിക്കും ഇന്ന് പഠിക്കുക, ആ ഒരു ലെവലിൽ വേണം നമ്മൾ ഓരോ ഡേയ്സും നമ്മൾ പഠിച്ചു പോകാനായിട്ട്. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എപ്പോഴും പഠിക്കാനുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ, അത് നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ട് നമുക്ക് പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 മാസം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് 4 മാസം ഉണ്ട് ഇനി പിന്നീട് പഠിക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് മാറ്റിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്നും കൂടുതൽ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എപ്പോഴും വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ശരി, അതിൻ്റെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് നമ്മൾ ഒരുപാട് 10th ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മളിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കണ്ടോ SCRTയും കാര്യങ്ങളിൽ വരുന്നതും എല്ലാം ഞാൻ സ്പെഷ്യലായിട്ട് ഞാനിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഞാനിങ്ങനെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ SCRTയുടെ ഒരു സീരീസും ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാറി വന്നിട്ടുള്ള പുതിയ ബുക്കുകളുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ SCRTയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഒരു മലയാളത്തിൻ്റെ ടോപ്പിക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ എഴുത്തുകാരും അവരുടെ കാര്യങ്ങളും അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും അവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് PSCക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ റിലേറ്റഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാനും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ 6ാം ക്ലാസ്സിൻ്റെയാണ് കേട്ടോ. 6ാം ക്ലാസ്സിൻ്റെ മലയാളം വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. അപ്പോൾ ഇതും കൂടെ ഇതാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൂടെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6ാം ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് ആവും. പിന്നെ 7, 8, 9, 10 അങ്ങനെ ഒരു ഓർഡറായിട്ട് പോയി ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും അത് നോക്കാനും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും പുതിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2025ൻ്റെയും 2024ൻ്റെയും ഒക്കെ നമ്മൾ ഓരോ ടോപ്പിക്ക് തിരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതിപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കൂടെ പഠിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മളും കൂടെ പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ തോന്നിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്, കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ എൻ്റെയും കൂടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇത് ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കണ്ടോ, ഇതൊക്കെ SCRTയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് അങ്ങനെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. എവിടെ നിന്നാണ്, എന്താണ്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുറേ കമൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. കാരണം ഭയങ്കര യൂസ്ഫുൾ ആണ്. 2025 ചോദ്യങ്ങളൊക്കെ ആയതുകൊണ്ടും തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, എന്നോടൊരു കമൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് PSC കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് അവിടെ പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതൊക്കെ ഓരോ
കോച്ചിങ് സെൻറ്ററിൻ്റെ ഇതല്ലേ, ഡിപ്പെൻസ് അല്ലേ, അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കോച്ചിങ്ങിന് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചതിൻ്റെ കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രഷർ ചെയ്ത് നമ്മളെ കൊണ്ട് പഠിക്കുക എന്ന് വെച്ച് എന്നെക്കൊണ്ട് പഠിക്കാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് നടക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ കോച്ചിങ് സെൻറ്റർ ഞാൻ വേണ്ടാന്ന് വെച്ചത്. ഇതുവരെയും ഒരു മര്യാദയ്ക്ക് ഒരു ട്യൂഷന് പോലും ഞാൻ പോവാത്തൊരാളാണ്. കാരണം എനിക്കത് പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ സമയത്തിന് എൻ്റെ ഒരു ഇതിനനുസരിച്ച് പഠിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അതുകൊണ്ടാണ് കോച്ചിങ് സെൻറ്റർ വേണ്ടാന്ന് വെച്ചത്. പിന്നെ അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അടിക്കുന്ന കോച്ചിങ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പഠിക്കാത്തവർക്കൊക്കെ നല്ലോണം കിട്ടാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പോയവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇങ്ങനെ ഇമ്പോസിഷനും കാര്യങ്ങളും അങ്ങനെയുള്ളതും ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കൽ, പിന്നെ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യിക്കൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ലോങ് ആയിരുന്നു കോച്ചിങ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോയി വരാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാവാനും തുടങ്ങി. നമ്മൾ അവിടെ പഠിക്കുന്നത് മാത്രമേ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ വരുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് പഠിക്കാനൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോച്ചിങ് വേണ്ടാന്ന് വെച്ചത്. ഓക്കെ, അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കോച്ചിങ് പോയി ഒരു ട്യൂട്ടറുടെ അണ്ടറിൽ പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. എനിക്കത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഡിപ്പെൻസ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ എടുത്തിരിക്കുന്നത് നമ്മുടെ കേരള നിയമ സംവിധാനങ്ങളും കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറച്ച് IT നോക്കിയിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. കുറച്ച് ഗ്യാപ്പ് വന്നു കേട്ടോ ഈ ഇടയ്ക്ക്. കുറച്ചൊന്നും ഇങ്ങനെ സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. കാരണം ബിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി മെൻ്റലി നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ സാധാരണ വരുന്ന എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും കുറച്ച് ഇങ്ങനെ ഇടയിൽ കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫിസിക്കലി ഭയങ്കരമായിട്ട് വയ്യാതാവുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കുറേയൊന്നും വീഡിയോസൊന്നും നേരെ ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ എന്തായാലും ആക്റ്റീവായിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ, ഇന്നിപ്പോൾ ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ നമ്മുടെ അനോണിമസ് കാര്യങ്ങൾ കുറച്ചിങ്ങനെ നോക്കിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. കാരണം എന്തായാലും ഷുവർ അല്ലേ 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ അനോണിം സിനോണിം നമുക്ക് എന്തായാലും ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നിത് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഒരു 10 പഠിക്കും, പിന്നെ പിറ്റേ ദിവസം ഒരു 10 പഠിക്കും, പിറ്റേ ദിവസം അത് ചേർത്തിട്ടൊരു 10 പഠിക്കും. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മലയാളം. ഓക്കെ, 10 വീതം അങ്ങനെ പഠിച്ച് പിന്നീട് അത് ചേർത്തി പഠിച്ച് അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സിലബസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം അത് നമുക്കെന്നും എത്ര നമ്മൾ പഠിച്ചു തീർത്തു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് നമുക്ക് പറ്റും. അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024-25 കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതാവുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാവാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ സിലബസിൻ്റെ കാര്യം മെയിനായിട്ട് പറയാനായിട്ടാണ് വന്നത്. കാരണം പലതും സിലബസ് വരാൻ പോവുകയാണ്, പല നോട്ടിഫിക്കേഷൻസും വരാൻ പോവുകയാണ്, ചില പരീക്ഷകളാവാറായി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് ഒരു 3-4 ടോപ്പിക്സ് നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ സ്റ്റഡീസ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ചാനൽ നോക്കുക. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.